പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് തടിയുടെ മോഡലിൽ ഒരു അടിപൊളി ചെടിച്ചട്ടിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെടിച്ചട്ടിയുടെ മോഡലിലുള്ള ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര പൊക്കം വേണോ നമ്മളുണ്ടാക്കുന്ന ചെടിച്ചട്ടി എത്ര പൊക്കം വേണോ ആ ഒരു പൊക്കത്തിനനുസരിച്ച് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ രണ്ട് സൈഡും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പിന്നെ കുറച്ച് പഴയ കോട്ടൺ തുണിയും. അപ്പോൾ ആ കോട്ടൺ തുണി ആ സിമൻറ്റ് വെള്ളത്തിൽ നല്ലവണ്ണം മുക്കിയിട്ട് കുപ്പിയുടെ പുറത്തെ സൈഡിൽ നല്ലവണ്ണം ഒട്ടിച്ചേർക്കുക. അപ്പോൾ എത്ര കനം വേണോ ആ കനത്തിനനുസരിച്ച് നല്ലവണ്ണം ചുറ്റി കെട്ടുക. അത് കഴിഞ്ഞ് കനം കുറഞ്ഞ കുറച്ച് കമ്പിയും കൂടെ നമുക്ക് വേണം. അപ്പോൾ ആ കമ്പിയിലും ഇതേ കണക്ക് കോട്ടൺ തുണി സിമൻറ്റ് വെള്ളത്തിൽ നല്ലവണ്ണം മുക്കിയിട്ട് അതിലും കൂടെ നല്ലവണ്ണം ചുറ്റി കെട്ടുക. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. ഉണങ്ങിയതിന് ശേഷം ഇനി നമ്മൾ രണ്ടാമത്തെ ആ കമ്പിയിൽ ചുറ്റിയ അത് ഒന്ന് ഇതിലോട്ട് ഒട്ടിച്ചേർക്കാനുണ്ട്. അതിനുവേണ്ടി നല്ല കനം കുറഞ്ഞ കെട്ടുകമ്പി ഉപയോഗിച്ച് മുകൾ ഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിസൈഡ് നല്ലവണ്ണം പിടിച്ച് കെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുകൾ സൈഡും കൂടെ നല്ലവണ്ണം കെട്ടി നല്ലവണ്ണം ബലത്തിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമതുണ്ടാക്കിയ ആ ചെറിയ പീസും നമ്മുടെ ബോട്ടിലോട്ട് നല്ലവണ്ണം ചുറ്റി കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മണലും സിമൻറ്റും കൂടെ മിക്സ് ചെയ്തത്. അപ്പോൾ മണലും സിമൻറ്റും കൂടെ ഞാൻ ഇവിടെ മിക്സ് ചെയ്തിരിക്കുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ മണൽ 1 കപ്പാണെങ്കിൽ സിമൻറ്റ് 1 കപ്പ്. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ 1+1 എന്നുള്ള അളവിൽ തന്നെ നല്ലവണ്ണം ക്വാളിറ്റിക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പുറത്തെ സൈഡിൽ നല്ലവണ്ണം നമുക്ക് എത്ര കനം വേണോ ആ ഒരു കനത്തിനനുസരിച്ച് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നല്ലവണ്ണം ഒരു ചെറിയ ഷേപ്പിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് കുറച്ച് വരകളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പോട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു തടിയുടെ ലുക്കിലുള്ള ഒരു പോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ പുറത്ത് നല്ലവണ്ണം തടിയുടെ ഷേപ്പ് വരത്തക്ക രീതിയിൽ നല്ലവണ്ണം വരകളും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് അതിൻ്റെ അടിസൈഡ് ഹോളാണ്. അപ്പം ആ ഹോളും കൂടെ അടയ്ക്കാൻ വേണ്ടി ഒരു പേപ്പറിൽ കുറച്ച് സിമൻറ്റ് നല്ലവണ്ണം കട്ടിക്കിട്ടിട്ട് ആ കുപ്പിയെടുത്ത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ നല്ലവണ്ണം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടി സൈഡ് നല്ലവണ്ണം അടച്ചു കൊടുത്ത് ബാക്കിയുള്ള ഏകദേശമുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ അതിൻ്റെ പോട്ടിൻ്റെ പുറത്ത് വെച്ചേക്കുന്ന ആ ഭാഗവും കൂടെ നല്ലവണ്ണം സിമൻറ്റ് തേച്ച് കൊടുക്കാം. അപ്പോൾ അതും ഒരു നൈസ് കനത്തിൽ ആ തുണിയൊക്കെ ഒന്ന് മറഞ്ഞു വരത്തക്ക രീതിയിൽ കുറേശ്ശെ സിമൻറ്റ് തേച്ച് പിടിപ്പിച്ച് നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ആ ചെറിയ പീസിലും കൂടെ നമ്മൾ നല്ലവണ്ണം സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പോട്ടിൻ്റെ പുറത്ത് സൈഡിലും കൂടെ ചെറിയൊരു വർക്കും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തടിയുടെ ഷേപ്പിൽ ചെയ്യുന്ന പോട്ടായതുകൊണ്ട് നമുക്ക് തടിയുടെ അകത്തെ കാണുന്ന ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തടിയുടെ പുറത്ത് ഭാഗത്ത് വരുന്ന അതിൻ്റെ തോട് ഭാഗം അതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി രണ്ടാമതും കൂടെ സിമൻറ്റ് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നൈസ് കനത്തിന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം സിമൻറ്റൊക്കെ തേച്ച് പിടിപ്പിച്ച് അതിനൊന്ന് ബ്രഷ് കൊണ്ടൊക്കെ നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ തടുപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് ഈ തോട് ഭാഗത്ത് വരുന്ന ചെറിയ വരകളും സ്ക്രാച്ചുകളും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. ഏകദേശം ഒരു തടിയുടെ ഷേപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ കണക്ക് തന്നെ
ചെറിയ വരകളും കൂടെ ഇട്ട് കൊടുത്ത് ഏകദേശം പോട്ടിൻ്റെ വർക്കെല്ലാം തീർന്നിട്ട് ഏകദേശം 1-2 ദിവസം നല്ലവണ്ണം വെള്ളത്തിൽ താഴ്ത്തി വെച്ചേക്കുക. വെള്ളത്തിൽ താഴ്ത്തി വെച്ച് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കതിനെ കളർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം വെള്ളത്തിലേക്ക് നല്ലവണ്ണം താഴ്ത്തി വെച്ച് നനച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്കിനി കളർ കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബേസിക് കോട്ടായിട്ട് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മൊത്തത്തിൽ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് നല്ലവണ്ണം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ തടിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നത് വൈറ്റ് കളറാണ്. അപ്പോൾ ആക്രിലിക്കിൻ്റെ വൈറ്റ് കളർ പെയിൻറ്റും അത് കഴിഞ്ഞ് ചെറിയൊരു സ്പോഞ്ചിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ തുണിയായിരുന്നാലും മതിയാകും. നമുക്ക് ആ പെയിൻറ്റ് നല്ലവണ്ണം സ്പോഞ്ച് അതിലോട്ട് മുക്കിയിട്ട് ഒരുപാട് കട്ടിയാവാത്ത രീതിയിൽ ഓട്ടിച്ചൊന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഓവർ കട്ടിയാവാത്ത രീതിയിൽ നൈസായിട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഏകദേശം കാണാൻ നല്ലൊരു ലുക്കിൽ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ബ്ലാക്ക് മൊത്തത്തിൽ മറയ്ക്കാൻ ശ്രമിക്കേണ്ട. ബ്ലാക്ക് ഏകദേശം ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് നിന്നാൽ കാണാൻ നല്ല ഒരു ഒറിജിനാലിറ്റി കിട്ടും. ഇനി നമുക്ക് നമ്മളുണ്ടാക്കുന്ന തടിയുടെ അകത്തെ സൈഡിലൊക്കെ കളർ കൊടുക്കാൻ വേണ്ടി എടുത്തേക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ ഗോൾഡൻ എല്ലയും ബാൻസീനെ എന്നുള്ള 2 കളറുകളാണ്. അപ്പോൾ ആ 2 കളറും കൂടെ ഓവർ മഞ്ഞ വരാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തെ ഭാഗവും ആ വെളിയിൽ വെച്ചിരിക്കുന്ന പീസിലും കൂടെ നമുക്ക് ഓടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അകത്തെ സൈഡ് നല്ലവണ്ണം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്തെ സൈഡിൽ ഓട്ടിച്ച് സ്പോഞ്ച് കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാൻസീനെയും ഗോൾഡൻ എല്ലാം കൂടെ ഓട്ടിച്ച് അതും കൂടെ ഒന്ന് നല്ലവണ്ണം വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓവറായിട്ട് വീഴാത്ത രീതിയിൽ ഓട്ടിച്ച് ചെയ്താൽ മതിയാകും. പുറത്തെ സൈഡിലുള്ള കളറും അകത്തും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ബാൻസീനെ മാത്രം ഓടിച്ച് അതിൻ്റെ അകത്തെ സൈഡും കൂടെ ഓടിച്ച് ബ്രഷ് ചെയ്ത് കൊടുത്തു. അപ്പം കാണാൻ നല്ല ലുക്കിൽ തന്നെ നമുക്ക് നമ്മളുണ്ടാക്കിയ പോട്ട് തടിയുടെ ലുക്കിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.